ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. വിവിധ രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത നിരവധി സെഷനുകളായിരുന്നു ഉച്ചകോടിയുടെ പ്രധാന ആകർഷണം. നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തുകയുണ്ടായി. യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫ്രാൻസിസ് മാർപാപ്പ എന്നിവരെയും അദ്ദേഹം കാണുകയുണ്ടായി. ഉച്ചകോടിയിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം ഒരുമിച്ച് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയും ഇപ്പോൾ ലോകമാധ്യമങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. US പ്രസിഡന്റ് ജോ ബൈഡൻ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങി വിവിധ രാഷ്ട്ര നേതാക്കൾ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യഭാഗം സ്ഥാനം പിടിച്ചത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ആഘോഷിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ മധ്യത്തിലാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും പൊടിപിടിച്ചിരിക്കുകയാണ്. സർ, ഇത് താങ്കളുടെ നേതൃത്വത്തിന്റെയും കരിസ്മാറ്റിക് വ്യക്തിത്വത്തിന്റെയും സ്വാധീനമാണ്. ഇന്ത്യ G7ന്റെ ഭാഗമല്ല. എന്നിട്ടും നിങ്ങൾക്ക് G7 ഉച്ചകോടിയിൽ കേന്ദ്രസ്ഥാനം ലഭിച്ചെന്ന് പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് ഒരാൾ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. PM മോദി G7 ഉച്ചകോടിയെ ഇളക്കമറിക്കുന്നുവെന്ന് മറ്റൊരാളും അഭിപ്രായപ്പെട്ടു. അസംഖ്യം ആളുകൾ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അവരിൽ ചിലർ മാത്രമാണ് ലോക ചരിത്രത്തിൽ ഇടം നേടുന്നത്. ആ ചുരുക്കം ചിലരിൽ ഒരാൾ മാത്രമാണ് തല ഉയർത്തി നിൽക്കുന്നത്. മോദി ഈ നൂറ്റാണ്ടിലെ അതുല്യനായ നേതാവാണ്. ലോകം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നു. നമ്മുടെ ഭാരതം തല ഉയർത്തി നിൽക്കുന്നത് മോദി എന്ന് ചൂണ്ടിക്കാട്ടിയാണെന്നും ഒരാൾ പറയുന്നുണ്ട്. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധയോടെയാണ് വിവിധ രാഷ്ട്ര നേതാക്കൾ കേട്ടിരുന്നത്. ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനിൽ പ്രധാനമന്ത്രി സാങ്കേതിക മുന്നേറ്റങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആഗോളതലത്തിൽ ഇന്ത്യയുടെ പങ്ക്, അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ എടുത്തു പറയുകയും ചെയ്തു. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വാതന്ത്ര്യവും നീതിയുക്തവുമാക്കുന്നതിൽ സാങ്കേതികവിദ്യ വഹിച്ച പങ്കാണ് അദ്ദേഹം എടുത്തു കാട്ടിയത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും സാങ്കേതികവിദ്യ എത്തുന്നത് ഉറപ്പാക്കി ജനാധിപത്യവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. സാങ്കേതിക വിദ്യയെ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. അസമത്വങ്ങൾ ഇല്ലാതാക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് മുന്നോട്ടു പോകുന്നതിനും സമൂഹത്തിന്റെ അടിത്തറ പാകുന്നതിനും സാങ്കേതിക വിദ്യയുടെ സഹായം എത്തിച്ചേരുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ യോഗത്തിനെത്തിയ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണെന്നുള്ള സന്ദേശവും ഉയർത്തിപ്പിടിക്കുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. 2021 വത്തിക്കാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് 3 വർഷങ്ങൾക്ക് ശേഷമാണ് മോദി വീണ്ടും മാർപ്പാപ്പയെ കണ്ടത്. ഇന്ത്യ സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് ക്ഷണിച്ചുവെന്നും വൃത്തങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യർക്ക് നൽകുന്ന സേവനങ്ങളിലൂടെ ഭൂമിയെ മികച്ചതാക്കി മാറ്റാനുള്ള മാർപ്പാപ്പയുടെ പ്രതിബദ്ധതയെ താൻ ആദരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ AI സാങ്കേതികവിദ്യ ഉയർത്തുന്ന അപകട സാധ്യതകളെക്കുറിച്ച് അടക്കം നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. G7 നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. G7 ഉച്ചകോടി നടക്കുന്ന അപുലിയയിലെ വേദിയിലേക്ക് വീൽചെയറിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ് വേദിയിലേക്ക് ആനയിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, യൂറോപ്യൻ പാർലമെന്റ് മേധാവി ഉർസുല വോൺ ഡെർ ലൈൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്നിവരുമായും ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മാർപ്പാപ്പയുടെ വരവ് ആഘോഷമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം.